ഏതൊരു ദൈവ പൈതലും തൻ്റെ ജീവിത ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനമാണല്ലോ ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 7-ാം അധ്യായത്തിൽ നാം കൊരിന്തിലെ സഭ അപ്പോസ്തലനായ പൗലോസിനോട് എഴുതി ചോദിച്ചതായ ചില ചോദ്യങ്ങളാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം വിവാഹത്തെ സംബന്ധിക്കുന്നതായിരുന്നു. 7-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞിരുന്നു. 25-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ഇവിടെ കൊരിന്ത്യർ പൗലോസിനോട് ചോദിച്ച 2-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അതായത് 1-ാമത്തെ ചോദ്യവുമായി ബന്ധമുള്ളതും ആകുന്നു എന്ന് നാം കാണുവാൻ സാധിക്കും. ഒരു കാര്യം ഇവിടെ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതെന്നാൽ ഈ ഭാഗങ്ങളെല്ലാം തന്നെ പൗലോസിൻ്റെ സമയത്ത് കൊരിന്ത് പട്ടണമായിരുന്ന അവസ്ഥയുടെ വെളിച്ചത്തിൽ മാത്രമേ വ്യാഖ്യാനിക്കാനാവൂ. അതിനുശേഷം നാം ആയിരിക്കുന്ന ഈ കാലത്തിലേക്ക് നമുക്കത് ബാധകമാക്കാം. കൊരിന്ത് പട്ടണത്തെക്കുറിച്ചും അവരുടെ വഴികളെക്കുറിച്ചുമുള്ള ഒരു വിശദീകരണം ഞാൻ നേരത്തെ തന്നിരുന്നുവല്ലോ. ഇത്രമാത്രം മോശമായതും അതുപോലെ തന്നെ വഷളത്വം നിറഞ്ഞതുമായ വേറൊരു സ്ഥലമില്ലായിരുന്നു എന്ന് വേണം ചിന്തിക്കേണ്ടത്. മനുഷ്യവർഗം അവിടെ അധപ്പതിച്ച അവസ്ഥയിലായിരുന്നു. പുരുഷന്മാർ മ്ലേച്ഛമായ ജീവിതം നയിച്ചു വന്നിരുന്നു. വിവാഹബന്ധത്തിന് വെളിയിലുള്ള അവിഹിത ബന്ധങ്ങൾ അവർക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. ചരിത്രത്തിലുടനീളം കാണുവാൻ സാധിക്കുന്ന ഒരു പരമാർത്ഥം എന്തെന്നാൽ സ്ത്രീകൾ മോശമായ സ്ഥിതിയിലേക്ക് വഴുതി വീഴുമ്പോൾ പുരുഷവർഗം വളരെ ഒരു നിലവാരത്തിലേക്ക് താണുപോകും. അതുകൊണ്ട് കൊരിന്തിലുണ്ടായിരുന്ന ക്രിസ്തീയ മാതാപിതാക്കൾക്കുണ്ടായിരുന്ന ഒരു പ്രയാസം എന്തായിരുന്നെന്നാൽ വിവാഹപ്രായമായ തങ്ങളുടെ പെൺമക്കളുടെ കാര്യത്തിൽ അവർ എന്തു ചെയ്യും എന്നുള്ളതായിരുന്നു. ഇന്നും അനേകരുടെയും പ്രശ്നം ഇതുതന്നെയാണല്ലോ. അനുരഞ്ജനം ഒരു വിധത്തിലും അനുവദിച്ചുകൂടാ കേട്ടോ. ഈ ആളുകൾ കർത്താവിൻ്റെ ഭാഗത്തേക്ക് വരുന്നതിന് മുൻപുണ്ടായിരുന്ന സുഹൃത്തുക്കൾ മദ്യപന്മാരായിരുന്നു. അവർ അഫ്രഡൈറ്റ് ദേവിയുടെ ക്ഷേത്രത്തിലെ വേശ്യമാരുടെ അടുത്ത് പോയിരുന്നു. ഇപ്പോൾ ഇനിയും അവിവാഹിതരായ പെൺകുട്ടികൾ, അതും വിശ്വാസികളായവർ എന്തു ചെയ്യും? പൗലോസ് ഈ പ്രശ്നത്തെ ഇനിയും കൈകാര്യം ചെയ്യും. ഞാൻ വായിക്കട്ടെ 25-ാം വാക്യം. കന്യകമാരെക്കുറിച്ച് എനിക്ക് കർത്താവിൻ്റെ കൽപ്പനയില്ല, എങ്കിലും വിശ്വസ്തൻ ആകുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നത്. കന്യകമാരെക്കുറിച്ച് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പല തർജ്ജിമകളിലും കന്യകമാരായ പെൺമക്കളെക്കുറിച്ച് എന്ന് തർജ്ജിമ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു തർജ്ജിമ ഒരു വിശദീകരണം കൂടിയാകുന്നുവല്ലോ. വാസ്തവത്തിൽ പൗലോസ് ഇവിടെ സംസാരിക്കുന്നത് ഇതത്രേ. ഇവിടെ വെളിപ്പെടുന്ന ഒരു കാര്യം എന്തെന്നാൽ പൗലോസിന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകളും അവൻ്റെ ഉപദേശങ്ങളും അറിയാമായിരുന്നു എന്നതത്രേ. എന്നിരുന്നാലും ഇവിടെ അവൻ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ കന്യകമാരെക്കുറിച്ച് തനിക്ക് കർത്താവിൻ്റെ കൽപ്പനയൊന്നുമില്ല എന്നത്രേ. അവൻ തുടർന്ന് പറയുന്നു, എന്നാൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ, കഴിവുള്ള ഒരു ന്യായാധിപനായി പൗലോസ് തൻ്റെ അഭിപ്രായം നൽകുന്നു. കാരണം അവൻ ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കുകയും ദൈവത്തോട് വിശ്വസ്തനായിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ന്യായാധിപൻ ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ പൗലോസ് പ്രാപിച്ചു. 6-ാം അധ്യായത്തിൽ അവൻ ആ യോഗ്യതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 26-27 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഇപ്പോഴത്തെ കഷ്ടത നിമിത്തം ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ അങ്ങനെ തന്നെ ഇരിക്കുന്നത് അവന് നന്ന് എന്നെനിക്ക് തോന്നുന്നു. നീ ഭാര്യയോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ? വേർപാട് അന്വേഷിക്കരുത്. നീ ഭാര്യയില്ലാത്തവനോ ഭാര്യയെ അന്വേഷിക്കരുത്. ഇപ്പോഴത്തെ കഷ്ടത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊരിന്തിലെ അപ്പോഴത്തെ അവസ്ഥയാണ്. അത് അങ്ങനെ തന്നെ തുടരുവാൻ പോകുന്നില്ല എന്ന് പൗലോസിന് നിശ്ചയമുണ്ട്. നാം ഇപ്പോൾ കാണുന്ന അധാർമികത്വവും അസ്വസ്ഥതയും ഇങ്ങനെ തന്നെ തുടരുമോ എന്നതായിരിക്കും താങ്കളുടെ സംശയം. ഇത് ഇങ്ങനെ തുടർന്നാൽ അത് നമ്മുടെ കുടുംബങ്ങളെയും രാഷ്ട്രത്തെയും തകർക്കും. അപ്പോൾ അതെല്ലാം അവസാനിക്കും എന്നത് തീർച്ചയാണ്. ഇപ്പോൾ പത്രോസ് എന്താണ് പറയുന്നത്? ഇപ്പോഴത്തെ ഈ ദുരിതം പിടിച്ച ഈ അവസ്ഥയിൽ, അതെ, ഇതുപോലൊരു പ്രശ്നം പിടിച്ച അവസ്ഥയിൽ താങ്കൾ ക്രിസ്തുവിങ്കിലേക്ക് വന്നതിനാൽ ഒരു ഭാര്യയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ അവളുമായുള്ള ബന്ധത്തിൽ തുടരുക. അവൾ രക്ഷിക്കപ്പെടാത്തവളാകുന്നു എങ്കിൽ താങ്കൾക്ക് കഴിയുന്നത്രയും അവളോട് ചേർന്ന് ജീവിക്കുക. അഥവാ താങ്കൾ വിവാഹം കഴിയാത്ത വ്യക്തിയാകുന്നുവെങ്കിൽ ഇപ്പോൾ ഈ വലിയ പ്രശ്നമായ അധാർമികത മൂലം അവിവാഹിതനായി കഴിയുന്നതാണ് തനിക്ക് നല്ലത്. പൗലോസ് പറയുന്നു, ഇതാകുന്നു നന്ന് എന്ന് എനിക്ക് തോന്നുന്നു എന്ന്. ഇവിടെ 28-ാം വാക്യത്തിൽ നാം കാണുന്നത്, നീ വിവാഹം ചെയ്താലും ദോഷമില്ല, കന്യകയും വിവാഹം ചെയ്താൽ ദോഷമില്ല, എങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ജഡത്തിൽ കഷ്ടതയുണ്ടാകും, അത് നിങ്ങൾക്ക് വരരുത് എന്ന് എൻ്റെ ആഗ്രഹം. വിവാഹം കഴിക്കുന്നത് തീർച്ചയായും പാപമല്ല,
എന്നാൽ ഏറ്റവും അനുയോജ്യമായ സാഹചര്യത്തിൽ പോലും വിവാഹ അവസ്ഥ കലുഷിതമായിരിക്കും. കൂടുതൽ പ്രശ്നത്തിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ പൗലോസ് ശ്രമിക്കുകയാണ്. വലിയൊരു പങ്ക് വിവാഹ ബന്ധങ്ങൾ തകർച്ചയിലാണ് എന്നെല്ലാവർക്കും അറിയാം. എങ്ങനെയൊക്കെ ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിയുന്ന അവസ്ഥയാണ് അനേകർക്കും. എങ്ങനെയെങ്കിലും തല്ലിക്കൊട്ടി കഴിയുക. വിവാഹമോചനങ്ങളുടെ നിരക്ക് വളരെയേറെ കൂടിയിരിക്കുന്നു. നാമും ഇപ്പോഴത്തെ കഷ്ടത എന്ന അവസ്ഥയിലാണെന്നത്രേ അത് വെളിപ്പെടുത്തുന്നത്. തുടർന്ന് പൗലോസ് മറ്റു കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്യുവാൻ തുടങ്ങുകയാണ്. എല്ലാം ഇപ്പോഴത്തെ കഷ്ടതയുടെ വെളിച്ചത്തിൽ, കാലത്തിൻ്റെ ചുരുക്കം, സമയത്തിൻ്റെ തിടുക്കവും സത്വരതയും ഇവയൊക്കെ പൗലോസ് ചർച്ച ചെയ്യുന്നു. ആവശ്യമായ, അനിവാര്യമായ ഈ ലോകത്തിൽ മനുഷ്യവർഗത്തിന് പൊതുവായിട്ടുള്ള അനുഭവമായ 5 കാര്യങ്ങൾ പൗലോസ് സൂചിപ്പിക്കുന്നു. വിവാഹം, ദുഃഖം, സന്തോഷം, വ്യാപാരം, പിന്നെ ലോകത്തോടുള്ള ബന്ധം പൊതുവായും അവൻ ചർച്ച ചെയ്യുന്നു. അവൻ ചർച്ച ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം വിവാഹം എന്നതത്രേ. പൗലോസ് പറയുന്നത് എന്തെന്നാൽ, വിവാഹം കഴിക്കുക എന്നത് നല്ല കാര്യം തന്നെ, എന്നാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമെന്ന കാര്യം മറക്കരുത്. അങ്ങനെ തന്നെ സംഭവിക്കും. യുവജനങ്ങളോട് ഞാൻ പറയാറുണ്ട്, ഈ ആദ്യത്തെ രസം എന്നും നിൽക്കുമെന്ന് കരുതരുത് എന്ന്. വിവാഹത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ എന്തൊരു രസമില്ലേ? എന്നാൽ ആദ്യത്തെ മാസത്തെ വീട്ടുവാടക കൊടുക്കേണ്ടി വരുമ്പോൾ, അല്ല, ഭാര്യയുടെ കൂട്ടുകാരത്തിയുടെ വിവാഹത്തിന് അവർ തന്നതുപോലെങ്കിലും ഒരു സമ്മാനം വാങ്ങുവാൻ ഭാര്യ നിർബന്ധിക്കുമ്പോൾ രസമെല്ലാം ജനലിൽ കൂടി വെളിയിൽ ചാടി പറന്നു പോകും. വിവാഹം കഴിക്കുന്നത് തെറ്റല്ല. തെറ്റോ ശരിയോ എന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ ആവശ്യവും പ്രയോജനവുമാണോ എന്ന് തീരുമാനിക്കുകയാണ് ഇവിടെ അത്യാവശ്യമായിരിക്കുന്നത്. ഈ കാര്യത്തിൽ ദൈവഹിതം അന്വേഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. 29-ാം വാക്യം, എന്നാൽ സഹോദരന്മാരെ, ഇതൊന്ന് ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും സമയം ഞെരുക്കുന്നെങ്കിൽ തന്നെയും അവർ ദൈവത്തെ ഒന്നാമതായി കണ്ട് പ്രവർത്തിക്കണമെന്ന് പൗലോസ് പറയുന്നു. നിങ്ങൾ വിവാഹം കഴിച്ച ആളാകുന്നു എങ്കിൽ വിവാഹം കഴിയാത്ത വ്യക്തിയെപ്പോലെ നിന്ന് ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുവാൻ സാധിക്കുമോ? 30-ാം വാക്യം നോക്കിക്കാട്ടെ. കരയുന്നവർ കരയാത്തവരെ പോലെയും സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും. കരയുന്നവർ കരയാത്തവരെ പോലെയും. നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും ദുഃഖം, വേദന ദൈവത്തെ സേവിക്കുന്നതിൽ നിന്നും നിങ്ങളെ പിന്മാറ്റുവാൻ പോവുകയാണോ? സ്റ്റോയിക് തത്വജ്ഞാനികളെപ്പോലെ നിർവികാരികളാകാൻ പ്രബോധിപ്പിക്കുകയല്ല. സുഖവും ദുഃഖവും അതതിൻ്റെ സ്ഥാനത്ത് ചേർച്ചയുള്ളതാണെങ്കിലും അവയ്ക്ക് കാരണമായിരിക്കുന്ന ഘടകങ്ങൾ താൽക്കാലികങ്ങളാണെന്ന് ഓർക്കണം. നാം എന്തെല്ലാം സമ്പാദിച്ചാലും അവ അനുഭവിക്കുവാനുള്ള സമയം ചുരുക്കമാണ്. ഒരു വിശ്വാസി തൻ്റെ വസ്തുവകകളുടെ ഉടമസ്ഥനല്ല, ഒരു ട്രസ്റ്റി മാത്രമാണ്. മനസ്സ് അതിന്മേൽ പതിഞ്ഞു പോകരുത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ആകൃതിപ്പെടുത്തുവാൻ ചുറ്റുപാടുകളെ നാം അനുവദിക്കരുത്. വളരെ അയഞ്ഞ ഒരു മനോഭാവം മാത്രമേ ഈ ലോകത്തിലെ സമ്പത്തിനോട് ഉണ്ടായിരിക്കാവൂ. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ സ്ഥാനത്ത് സുഖത്തെ നാം കൊണ്ടുവരരുത്. വിലയ്ക്ക് വാങ്ങുന്നവൻ കൈവശമാക്കാത്തവരെ പോലെയും എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിൽ ദൈവത്തിൻ്റെ സ്ഥാനം എടുക്കുവാൻ അനുവദിക്കരുതെന്ന്. അനേകർക്കും ദൈവത്തെക്കാൾ താല്പര്യം തങ്ങൾക്ക് ദൈവം നൽകിയ തൊഴിലിനോടാണ്, ആ ജോലിയോട്. 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. നാം ഈ ലോകത്തിലാകുന്നു, എന്നാൽ ലോകക്കാരല്ല എന്ന് കണ്ട് തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത് എന്നുള്ള മനോഭാവത്തോടെ നാം നടക്കണം എന്നല്ല. ഇവിടെ അർത്ഥമാക്കുന്നത് എന്തെന്നാൽ നാം ഈ ലോകത്തെ ഉപയോഗിക്കണം. പ്രകൃതിയുടെ സൗന്ദര്യം നാം ആസ്വദിക്കണം. പ്രകൃതിയെ ആരാധിക്കേണ്ടതില്ല. ഈ ലോകത്തിലെ സാധനങ്ങൾ നാം ഉപയോഗിക്കണം, ദുർവിനിയോഗം ചെയ്യരുത്. സൃഷ്ടാവിന് പകരമായി നാം അത് ഉപയോഗിക്കുവാൻ പാടില്ല. ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ കാര്യങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുകയാണോ? ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയാണോ എന്നത്രേ. ഇതത്രേ പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്. ഇനിയും പൗലോസ് വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് മടങ്ങിപ്പോകുന്നു. 32-ാം വാക്യം, നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. വിവാഹം ചെയ്യാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. പൗലോസ് ഇനിയും ചില പ്രാവർത്തികമായുള്ള നിർദ്ദേശങ്ങൾ കൂടി പറയുന്നു. അവിവാഹിതനായ വ്യക്തിക്ക് കുട്ടിയെ കഴിയിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. പാല് വാങ്ങിക്കുന്നതിന് വെളുപ്പിനെ എഴുന്നേറ്റ് ഓടേണ്ടതില്ല.
വീട്ടുകാർക്കെല്ലാം കൂടി സാധനം വാങ്ങുവാൻ ബുദ്ധിമുട്ടേണ്ടതില്ല. ആ വ്യക്തിക്ക് തനിക്കുള്ള സമയം മൊത്തം ദൈവകാര്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്നതാണ്. 33 വാക്യം, വിവാഹം ചെയ്തവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹിതനായ വ്യക്തി ഭാര്യയെ സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഇത് സ്വാഭാവികമായ കാര്യമാണല്ലേ? അത് തെറ്റാകുന്നു എന്ന് പൗലോസ് പറയുന്നില്ല. ഈ കാര്യം നാം പ്രത്യേകം ഓർക്കണം. 34, 35 വാക്യങ്ങളിൽ നാം കാണുന്നു, അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധിയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. ഞാനിത് നിങ്ങൾക്ക് കുടുക്കിടുവാനല്ല, യോഗ്യത വിചാരിച്ചും നിങ്ങൾ ചാബല്യം കൂടാതെ കർത്താവിങ്കൽ സ്ഥിരമായി വസിക്കേണ്ടതിനും നിങ്ങളുടെ ഉപകാരത്തിനായിട്ടത്രേ പറയുന്നത്. ദൈവത്തിന് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. ഒരു വിവാഹ ബന്ധത്തിൽ ഏതൊരു കാര്യത്തിലും ഏതൊരാൾക്കും തീരുമാനമെടുക്കേണ്ട വസ്തുത അതായിരിക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ ആരായിരുന്നാലും താങ്കളുടെ ആത്മീയം വളരെ ഉയർന്നതാകുന്നു എന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും താങ്കളുടെ വിവാഹ ബന്ധത്തിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കാത്ത പക്ഷം താങ്കളുടെ വിവാഹം ഒരു മാതൃകയുള്ള ക്രിസ്തീയ വിവാഹമല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതല്ല. കല്യാണം കഴിയാത്തവർ കൂടുതൽ വിശുദ്ധിയുള്ളവരെന്നല്ല. പുരുഷനായാലും സ്ത്രീ ആയാലും വിവാഹിത ഭർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ കടപ്പാടുള്ളവളാകയാൽ ലോകകാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതയായി പോകുന്നു. വിവാഹിത ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല എന്നല്ല, കൂടുതൽ ബദ്ധപ്പാടോടുകൂടെ അങ്ങനെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം. വിവാഹം കഴിക്കാനോ കഴിക്കാതിരിക്കാനോ അവർക്കുള്ള സ്വാതന്ത്ര്യത്തെ തടയുന്നില്ല. ഈ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ 2 വാക്യം വിധവമാരെക്കുറിച്ചാണ് പറയുന്നത്. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചുപോയാൽ തനിക്ക് മനസ്സുള്ളവനുമായി വിവാഹം കഴിയുവാൻ സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ ആകാവൂ. എന്നാൽ അവൾ അങ്ങനെ തന്നെ പാർത്തുകൊണ്ടാൽ ഭാഗ്യമേറിയവൾ എന്ന് എൻ്റെ അഭിപ്രായം. ദൈവാത്മാവ് എനിക്കുമുണ്ട് എന്ന് തോന്നുന്നു. കന്യകയ്ക്ക് പിതാവിൻ്റെ ഇഷ്ടമാണ് നോക്കേണ്ടത്. വിധവയുടെ വിവാഹത്തിന് അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൽ മാത്രമേ ആകാവൂ. വിശ്വാസിനിയായ വിധവ ഒരു വിശ്വാസിയെ മാത്രമേ വിവാഹം കഴിക്കുവാൻ പാടുള്ളൂ. അവിശ്വാസിയെ വിവാഹം കഴിക്കുന്നതാകയാൽ കർത്താവിൽ ആകെയില്ല. കർത്താവിൻ്റെ ഹിതപ്രകാരവും കർത്താവിന് കീഴ്പ്പെട്ടുമായിരിക്കണം ഓരോ ദൈവപൈതലും.